ഒരൊറ്റ വ്യക്തിയെ ഒരു മദ്യപിച്ച ഒരുത്തന്റെ മയ്യത്ത് കൊണ്ടുവന്ന് ആ ഖബർസ്ഥാനിൽ അടക്കിയതേ ഉള്ളൂ. ഈ ഖബർസ്ഥാനിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മുഴുവൻ യുവാക്കളുടെ തലമുടിയും നരച്ചുപോയി. ചിന്തിക്ക്, ഇതൊക്കെ വെറുതെ പറയുന്ന വാക്കാണോ? അങ്ങനെ വെറുതെ ആണെന്ന് നിങ്ങൾ ധരിച്ചാല് ഈമാൻ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഈമാനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഈമാന്റെ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ മുൻകർ നക്കീർ ചോദിക്കാൻ വരും, നമുക്ക് വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഉണ്ടോ? എന്താ മുണ്ടാത്ത? ഹലോ, മുൻകർ നക്കീറിൽ വിശ്വാസം ഉണ്ടെങ്കിൽ കൈവക്ക്. വിശ്വാസം ഇല്ലാത്തവരും ഇടയ്ക്കുണ്ട്. റഖീബ് അത്തീദ് ഉണ്ടോ? വിശ്വാസം ഉണ്ടോ? ഇതൊക്കെ നമുക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ കണ്ട ആരെങ്കിലും മുൻകർ നക്കീറിനെ കണ്ടവർ കൈവക്ക്. റഖീബ് അത്തീദിനെ കണ്ടവർ കൈവക്ക്. ഇച്ച നിങ്ങൾ പോവാ ഇച്ച മുൻകർ നക്കീറിനെ കാണാൻ പോവാന്നല്ലോ. മുൻകർ നക്കീറിനെ നമ്മളെ എല്ലാവർക്കും വിശ്വാസമുണ്ട്, കണ്ടവരാരുമില്ല. റഖീബ് അത്തീദ് വിശ്വാസമുണ്ട്, കണ്ടവരാരുമില്ല. മലക്കുൽ മൗത്ത് വിശ്വാസമുണ്ടോ? എല്ലാവർക്കും വിശ്വാസമുണ്ട്, പക്ഷെ ആരെയും കണ്ടിട്ടില്ല. അതാണ് അതിന്റെ പേരാണല്ലോ വിശ്വാസം എന്ന് പറയുന്നത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഇതിങ്ങനെ ഒരു അദൃശ്യമായ ഒരു അവസ്ഥ, അദൃശ്യ ഒരു ലോകം ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നതിനെ കൊണ്ട് വിശ്വസിക്കുക. ഈ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു, ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു, അതിൽ വിശ്വസിക്കണം. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. കണ്ടോ, ഏതൊരു വാക്ക് നമ്മൾ സംസാരിച്ചാലും റഖീബ് അതീദ് അറിയാതിരിക്കൂല, അവരത് രേഖപ്പെടുത്തും. അത് ഖുർആനാണ്. അതുകൊണ്ട് നമ്മൾ റഖീബ് അതീദിനെ നമ്മൾ മനസ്സിലാക്കി വിശ്വസിക്കുന്നു. മുൻകർ നക്കീർ ആരാ? നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. ആരാണ് മുൻകർ നക്കീർ എന്ന് ഈ ഖബറിൽ ചോദിക്കാൻ വരുന്ന മുൻകർ നക്കീർ ആരാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഫത്താന അൽ ഖബരി, ഖബറിൽ കുഴപ്പമുണ്ടാക്കുന്ന രണ്ടുപേരാണ്. അല്ലാഹു അക്ബർ. ഖബറിൽ കുഴപ്പമുണ്ടാക്കാൻ വരുന്നവരാണ്, മസാജ് ചെയ്യാൻ വരുന്നവരല്ല. മസാജ് സലൂൺ സെക്സ് പോയിരുന്നിട്ട് സലൂണിൽ പോയിട്ട് നമ്മൾ ബംഗാളികളെ കൊണ്ട് നല്ല മസാജ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി കൊടുക്കും. എന്താ ഉറക്കം. ചില ചങ്ങാതിമാർ മസാജ് ചെയ്ത് സ്ട്രോക്ക് വന്നിട്ട് ഇങ്ങനെ തന്നെ മരിച്ചു പോവുകയും ചെയ്യും. അപ്പൊ ബാക്കി മസാജ് മുൻകർ നക്കീർ ചെയ്തു തരും. അള്ളാഹു നമ്മുടെ ഖബർ ജീവിത സന്തോഷത്തിലാക്കി തരട്ടെ. പടച്ചവനെ, കരുണയുള്ളവനെ, സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ ഞങ്ങളെ നീ ഖബറിൽ വേദനിപ്പിക്കല്ലേ പടച്ചവനെ. മുൻകർ നക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യത്തിന് പടച്ചവനെ മറുപടി പറയാനുള്ള ഭാഗ്യം നൽകണേ അള്ളാഹുവെ.